രാഹുൽ മാങ്കൂട്ടത്തിൽ പൂവൻകോഴിയോ? അദ്ദേഹത്തിന് നടപടിയുണ്ട്. അത് ഉണർന്നേക്കാം. അപ്പോൾ ഉണർന്ന് എന്ന് ഉറപ്പുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിനെതിരെ നടപടിയെടുക്കണം. അദ്ദേഹം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചു. വളരെ നല്ല കാര്യം. സ്വയം നടപടി സ്വീകരിച്ചതിന് തുല്യമാണ്. അപ്പോൾ അദ്ദേഹം പൂവൻകോഴിയാണോ? ഒരു സംശയമില്ല, പൂവൻകോഴി തന്നെയാണ്. കാരണം പൂവൻകോഴിൻ്റെ ലക്ഷണമൊത്തൊരു പൂവൻകോഴിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. അതിന് പറയാൻ കാരണം എന്താ വെച്ചാൽ, കല്യാണം കഴിച്ചിട്ടില്ല, 36 38 വയസ്സുള്ളൂ, സൗന്ദര്യമുണ്ട്, പദവിയുണ്ട്, പ്രശസ്തിയുണ്ട്, എല്ലാം ഉണ്ട്. ഇനി അദ്ദേഹത്തിന് പൂവൻകോഴിയുടെ സ്വഭാവം ഉണ്ടോ അത് നമുക്കറിയില്ല കേട്ടോ. നമ്മൾക്ക് അറിയില്ലല്ലോ, നമ്മൾ നേരിട്ട് അദ്ദേഹത്തെ പരിചയം ഒന്നുമില്ല. അപ്പോൾ ഈ കേൾക്കുന്ന വാർത്തകളൊക്കെ അത് സത്യമാകാനൊക്കെ ചാൻസ് ഉണ്ട്. കാരണം സ്വാഭാവികമായിട്ടും പെൺകുട്ടികളൊക്കെ അദ്ദേഹത്തെ അങ്ങോട്ട് വശീകരിക്കാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം കല്യാണം കഴിച്ചിട്ടില്ല, ഈ പറഞ്ഞ മാതിരി സമ്പത്തുണ്ട്, പദവിയുണ്ട്, എല്ലാം ഉണ്ടല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങോട്ട് വശീകരിക്കാനൊക്കെ സാധ്യത ഉണ്ടെന്ന് 100% ഉറപ്പാണ്. പിന്നെ ഈ സമയത്ത് ഈ VD സതീശൻ എടുത്ത നിലപാട് അത് ക്ലാസ് നിലപാട് തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ ക്ലാസ് ഒരിക്കൽ കൂടി തെളിയിച്ചൊരു സന്ദർഭം കൂടിയാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പം ഇന്ന് കേരള രാഷ്ട്രീയത്തിൽ ഒരു നേതൃപാഠവും പക്വതയും ഒരു പെർഫെക്റ്റായൊരു രാഷ്ട്രീയ നേതാവാണ് VD സതീശൻ. അത് ഒരിക്കൽ കൂടി അദ്ദേഹം തെളിയിച്ചിരിക്കുകയാണ് ഈ സന്ദർഭത്തിൽ. കാരണം അങ്ങനെ തന്നെയാണ് അതിൻ്റെ പെർഫെക്റ്റ് അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ. അപ്പോൾ ഈ വിഷയത്തിലും അദ്ദേഹത്തിൻ്റെ നിലപാട് നമ്മൾ കണ്ടാൽ മനസ്സിലാക്കുക. അപ്പോൾ ഈ പൂവൻകോഴികൾ, അതായത് രാഹുൽ മാങ്കൂട്ടത്തിന് പൂവൻകോഴി ആണെങ്കിൽ പൂവൻകോഴിൻ്റെ സ്വഭാവം ഉണ്ട് നമ്മൾ പറഞ്ഞില്ല കേട്ടോ. പക്ഷെ സ്വാഭാവികമാണ്, പൂവൻകോഴികൾ അങ്ങനെ റോന്ത് ചുറ്റി നടക്കും. നല്ല സൗന്ദര്യമുള്ള പൂവൻകോഴികളാണെങ്കിൽ ഇങ്ങോട്ട് വരും, ഒരു പക്ഷേ കെണിയിൽ കുടുങ്ങുക. കഴിഞ്ഞാൽ അതുപോലത്തെ എന്തെങ്കിലും കെണിയിൽ ഇദ്ദേഹം കുടുങ്ങിയണമെന്ന് നമുക്കറിയില്ല. ഏതായാലും ഈ സ്ഥാനത്ത് DYFൻ്റെ വല്ല നേതാക്കന്മാരാണെങ്കിൽ രാജിവെക്കുമോ? എൻ്റെ അഭിപ്രായത്തിൽ ഒരു ചാൻസും ഇല്ല. എന്ന് മാത്രമല്ല, മാർക്സിസ്റ്റ് പാർട്ടിനും എന്താ പറയുക, DYFI ഞങ്ങളെ പോഷകരംഗനല്ല അങ്ങനെയല്ല എന്നൊക്കെ പറഞ്ഞു വയ്ക്കും. SFI ആണെങ്കിൽ അങ്ങനത്തെ ഒരു സംഭവം തന്നെ അറിയില്ല എന്നുള്ള രൂപത്തിലേക്കുള്ള പ്രവർത്തനമായിരിക്കും മിക്കവാറും ഉണ്ടാവല്. എൻ്റെ ഒരു കാഴ്ചയാണ്. മാത്രമല്ല, എനിക്ക് തോന്നുന്നില്ല ഈ കോൺഗ്രസ്സിലൊക്കെ ഇങ്ങനെ തുറന്ന് പറഞ്ഞ മാതിരി പെൺകുട്ടികൾക്കൊന്നും അവിടെ തുറന്ന് പറയാൻ പറ്റുമെന്ന് എനിക്ക് തോന്നണില്ല. കാരണം അത്ര ധൈര്യം ഉണ്ടാകാൻ ചാൻസ് കമ്മിയാണ്. കാരണം തുറന്ന് പറഞ്ഞ ആളുകളെ അനുഭവങ്ങൾ, മുൻകാല അനുഭവങ്ങളൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ചാൻസ് കമ്മി തന്നെയാണ്. ഇനിയിപ്പോൾ നിലവിലിപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന് രാജിവെച്ചു, അദ്ദേഹം നിഷ്കളങ്കനാണെങ്കിൽ അദ്ദേഹത്തിന് തിരിച്ചു വരാം, അത്രയേ ഉള്ളൂ കാര്യം. കാരണം എന്ന് പറഞ്ഞാൽ നിഷ്കളങ്കനെയാണ് തിരിച്ചു വരാമല്ലോ. പക്ഷേ ഒരു MLA സ്ഥാനം രാജിവെക്കുക എന്നൊക്കെ പറയുമ്പോൾ എന്ന് പറഞ്ഞാൽ പ്രായോഗികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. അത് രാജിവെക്കാൻ തന്നെയാണ് നല്ലത്. കാരണം ഇനിയിപ്പോൾ ഒരു by-election വരില്ല. ഇനിയിപ്പോൾ അവിടെ ഈ 6 മാസം വെറുതെ ഫ്രീ ആക്കി ഇടണ്ടല്ലോ. അതിലൊന്നും കാര്യമില്ല. ഏതായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.